എന്നിട്ട് വേറൊന്ന് കേട്ടോ 53-ാമത്തെ അടുക്ക് താജുൽ ഉലമന്റെ മേലേന്നാണ് വിചാരം. കേട്ടോളൂ, അടുത്ത് പൊട്ടത്തര അടുത്ത് 13 വാദിച്ചു വന്നാൽ, അവകാശവാദങ്ങളേറ്റ് വാദിച്ചു വന്നാൽ എവിടെത്തത് ബഹുമാനപ്പെട്ട താജുൽ ഉലമന്റെ മേലെ, താജുൽ ഉലമന്റെ മേലെ, എല്ലാ ഉസ്താദുമാരും മേലെ ഇത് സ്വന്തം അവകാശപ്പെടുന്നത് അതാണ് ഏറ്റവും വലിയ തെറ്റ്. ആരാണ് അവകാശപ്പെട്ടത്? താജുൽ ഉലമ ഉസ്താദ് ഒരാളെ ആദരിക്കുന്ന എങ്ങനെയാണ് ഇവിടെ വന്നു നോക്ക്. ഇവരൊക്കെ ഒരു മജ്‌ലിസ് കൂടി ആ ശൈത്താനൊന്ന് ഉഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ, ഒരു കൂടി കിട്ടണ്ടേ. താജുൽ ഉലമയുടെ കുട്ടി വന്നാൽ പോലും ആദരിക്കുന്നതൊന്ന് കാരണം. താജുൽ ഉലമയെ ആരാണ് ഇവിടെ നിസ്സാരപ്പെടുത്തിയത്? അത് അൽ ബാബുർ റാബിയാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, ഒരു ബാബ. ആ ബാബു ഞാൻ ഇങ്ങോട്ട് തുറപ്പിക്കണ്ട, അത് അവിടെ ഇരിക്കട്ടെ. താജുൽ ഉലമ പങ്കെടുക്കേണ്ട മജ്‌ലിസിലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ പോലും പറഞ്ഞയച്ചത് ഉസ്താദ് അവറുകളെയാണ്. ശരിക്കാൻ പറ്റും? താജുൽ ഉലമയാണ് വല്ല പവറുള്ള അത്ര വിലക്ക് നോണിയും പറഞ്ഞു നടക്കുക. ഇനി ഞാൻ അതിന്റെ ഒരു രഹസ്യം കൂടി, ഒരു ചെറിയ ഡോസ്, അത് ഒന്നില്ല ഞാൻ പറ്റും. എങ്ങനെ പോലും ഉസ്താദിനെ തീരുമാനം എടുത്ത് അതിന്റെ കഥയൊക്കെ അത് ബാബു സാലിസാണ്. അതിന് ഞാൻ തൽക്കാലം ഒന്നെടുക്കുകയാണ്. 100 ബാബാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓരോ ബാബ് എടുത്താലും പല കഥ കഷ്ടമാണ്. ഞാൻ എന്താ നിങ്ങള് നമ്മളിത് പറഞ്ഞില്ലല്ലോ എവിടെയും. ഈ പ്രശ്നമുണ്ടായപ്പോ ആൾക്കാർ കരുതി നമ്മളാ എല്ലാ തെറ്റും ചെയ്തു. എന്നോട് ആയിന്റെ ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്കെതിരെ സംഘടന ഒന്നും ചെയ്താൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്ത് അത് പറയുമാണം. അങ്ങനെ ഹുദൈബിയ സന്ധി അന്നുള്ള നിയമം എനിക്ക് തന്നത്. പക്ഷെ അത് പിന്നെ ഫത്ഹായി. അതാ ഇപ്പൊ ഞങ്ങള് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞങ്ങളൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് സഹായിച്ചു തരീ, മറുപടി വെച്ചിട്ട് ബാക്കി അൽ ബാബു താനി ഞാൻ തുറന്നുതരാം. അപ്പൊ തിരിയും. ഇത് ചെറിയൊരു ഡോസ് മാത്രമാണ്, കളി തുടരട്ടെ. അപ്പൊ ജനങ്ങൾ പലരും നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞില്ലല്ലോ, ഓല് പറഞ്ഞ കേൾക്കല്ലേ. ബാബു തുറക്കാൻ അവസരങ്ങളൊന്നും ഉണ്ടാക്കി തരണ്ടേ? എപ്പോഴെങ്കിലും അച്ചക്കൊലത്ത് വന്ന് നന്നായി. ഇനി ഏതായാലും അവിടെ ഇരിക്കട്ടെ, ഇനി ഒന്നുകൂടി വരിങ്ങൾ. അപ്പൊ ബാക്കിയാ പറഞ്ഞുതരാം. അപ്പൊ ഗൂഢാലോചന ഒന്ന് കേട്ടോളൂ. ഗൂഢാലോചന നമ്മളെ ഇത് കണ്ടോള്. ഒന്ന് ഇത് കാലിൽ ചോപ്പ് മാറിയ ആളാണ്. ജിഷാൻ നിങ്ങൾക്ക് അറിയാലോ, കാലിൽ ചോപ്പ് മാറിയ ആളാണ്. അപ്പൊ ഓനോട് മണിക്കൂറുകളോളം സംസാരിക്കാൻ മൂപ്പർക്ക് വേണ്ടിയൊന്നുമില്ല. അപ്പൊ മൂപ്പര് ഒരു ദിവസം ചോദിക്കാണ്, നമ്മക്കിപ്പ ഹാഫിദിനെപ്പ അങ്ങനെ വിടാൻ പറ്റും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെളിവൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ്. മൂപ്പര് ഭയങ്കര ബന്ധാണല്ലോ, എന്തെങ്കിലും ഒരു തെളിവൊക്കെ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞാന് എന്റെ വീട്ടിൽ വന്നപ്പോ മൂപ്പര് വന്നു എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വഴി ചോദിച്ചു. അങ്ങനെ ചില പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു. ആ അങ്ങനെ ഉണ്ടായോ മോനെ, കഴിച്ചതായിട്ടോ ഒരു പറയാണ്. വലിയ വലിയ ആൾക്കാരായി പറയണ്, കത്ത് മുജാവർക്ക് ചെയ്ത് അങ്ങനത്തെ എനിക്ക് ഉൾക്കൊള്ളാത്തതൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും എഴുതിക്കോ. ഈ കുട്ടിക്ക് ഉൾക്കൊള്ളാത്തത് ഉണ്ടെങ്കിലൊക്കെ എഴുതാൻ. പിന്നെ ഏന്തിയേട്ട മുസാബറ പൊതിന് എഴുതണം കേട്ടോ. നീ വേണമെങ്കിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്നോടൊന്ന് ചോദിച്ചാളാ, തെറ്റുണ്ട് ഞാൻ പറഞ്ഞുതരാം. കത്ത് ഇതിനു മൂപ്പരന്നെ, വാദി മൂപ്പരന്നെ, പ്രതി മൂപ്പരന്നെ. ഇത് ബാബു താലിസിനുള്ളതാണ്. തൽക്കാലം ഒന്ന് കടർത്താണ്. അത് ബാബു താലിസ് തുറന്നാലെങ്കിൽ ഫുള്ള് അറിയുള്ളൂ. അതുകൊണ്ട് അതിനൊരു ചെറിയ ഡോസ്. നിങ്ങൾ അങ്ങനെ ആളാകണ്ട. ഉസ്താദിനെതിരെ നിങ്ങൾ നടത്തിയ 100 കണക്കിന് ഗൂഢാലോചനകൾ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഹസദ് വന്നിട്ട് ഞാനീ എന്റെ നാട്ടുകാരെ അടുത്ത ആളുണ്ടല്ലോ, ഇവിടെ വന്ന് പ്രസംഗിച്ചാൾ, മൂപ്പരെ പിന്നാലെ നടന്ന് ഞാൻ ചോദിച്ചു. ഞാനന്ന് മൂപ്പരെ കൂടെ ഉണ്ടായിരുന്നു. അല്ല ഉസ്താദേ, ആ 2 മണിക്കൂറത്തെ ചർച്ച അല്ല കേട്ടോ, വേറെ അത് ഇവിടെ റെക്കോർഡിലാണ്. അല്ല പറഞ്ഞോ, അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിച്ചപ്പോ ഞാൻ ഇയാളോട് ചോദിച്ചല്ലോ, ഉസ്താദേ ഹാഫിദ് ഉസ്താദിന് എന്താ കുഴപ്പം, നിങ്ങളൊന്ന് പറഞ്ഞാ. അവനോട് പറഞ്ഞു, മോനെ 2 കുഴപ്പമുണ്ട്. ഒന്നേതാ, മൂപ്പര് ബെറിനോടത്തൊക്കെ ഭയങ്കര ജനാണ്, അതാ ഒരു കുഴപ്പം. അസൂയ ഉണ്ടായിട്ട് കാര്യമില്ല മക്കളെ, അത് അള്ള കൊടുക്കണ. ഹാഫിദ് ഉസ്താദ് അവിടെ നിന്ന് ദുആക്ക് വരട്ടെ, നിങ്ങൾ കുല്ലു ഹജ്മരി ഇത് നോക്കാൻ വെക്കും അല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞതാണെന്ത്, മൂപ്പര് ബെറിനോടത്ത് ആള് കൂടുകയാണ്. അത് മൂപ്പര് കുഴപ്പമില്ല, ആൾക്കാരെ കുഴപ്പ. ആൾക്കാർ കൂടുന്ന ആൾക്കാരോടല്ലേ വരണ്ടി. ഒന്ന് പിന്നെ എന്താ കുഴപ്പം? പിന്നെ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോ ഭാവിയിൽ മൂപ്പര് എന്താ ആവുക നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ തന്നെ എതിർത്താണ്, നേരെ നോക്കി വെടിവെക്കുന്ന എതിർപ്പാ. ഞാൻ ചോദിച്ചല്ലോ ഉസ്താദേ, അങ്ങനെയാണെങ്കിൽ പിന്നെ SYSന്റെ പ്രസിഡന്റ് മരിച്ചതിന് ശേഷമല്ലേ ആക്കാൻ പറ്റുള്ളൂ. കാരണം എന്താവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, കോലത്തിലാവണേ നമ്മൾ അറിയോ. അപ്പൊ ഈ ജാതി പൊട്ട പോയത്തങ്ങളെ ഉള്ളൂ. എന്നിട്ട് ഈ പറഞ്ഞ ആളുകളെ വിളിച്ചിട്ട് തെളിവുണ്ടാക്കുക.
ഒരാൾ പറഞ്ഞപ്പോഴേക്ക് ആ കിട്ടി ചാടി ഒരു ചെറിയ ഡോസ് ഒന്ന് കണ്ടോളൂ. ഗൂഢാലോചനയുടെ ഒരു മുഷാവറയ്ക്ക് കത്ത് എഴുതാൻ പറയുന്നതും ഒരു ദീർഘമാണ്, ഒരു ചെറിയ ഭാഗം ഒന്ന് കൽപ്പിച്ചു. അതിലൊരു പണിയുണ്ട്. ഞാന് പിന്നെ മുഷാവറക്കായിട്ട് കത്ത് തരണല്ലോ, ഉസ്താദിന്റെ പേരിൽ തരണോ? മുഷാവർക്ക്. അപ്പൊ ആരെടുത്ത് എത്തിക്കേണ്ടത്? അത് കോഴിക്കോട് നമ്മുടെ ഓഫീസിൽ എത്തിയാൽ മതി. ഓഫീസ് സെക്രട്ടറി കേന്ദ്ര മുഷാവറക്കാരുണ്ട്. അത് ശരി. ഇതിപ്പോ മുഷാവറപ്പ ഡേറ്റ് എപ്പോ പറഞ്ഞേ? 7-ാം തീയതി. 7-ാം തീയതി അല്ലേ? 29 ഉസ്താദ് ഇപ്പൊ സപ്പോർട്ട് തന്നെയാന്ന് എനിക്ക് തോന്നുന്നല്ലേ ഉസ്താദ്? മൗനാണ്. അല്ല, കാരണം വെച്ചാൽ ഇപ്പൊ നടന്ന പരിപാടികളെല്ലാം ഊപ്പിടാനുള്ള കാര്യമൊക്കെ. ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ ഉസ്താദിന്റെ ഒരു കലായ വിഷയം ഉണ്ടല്ലോ, അതൊക്കെ ഉസ്താദ് വരിക. ഞാൻ കല്യാണം നിക്കാന് ഉച്ചതായിട്ട് കയറാൻ പറ്റില്ല, ഒന്ന് വീട്ടിലൊന്ന് ദ്വാരന്നിട്ട് പോയിക്കൂടെ? ഏത് ജലദോഷം പനിയല്ലോ കഴിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ. ഇനിയിപ്പോ അടുത്ത് കണ്ണൂരൊക്കെ വല്ല തലപ്പ് കണ്ണൂർ ഭാഗത്തേക്കുള്ള പരിപാടി ഉണ്ടോ? തലശ്ശേരി കണ്ണൂരായിട്ടും മുമ്പ് എന്തോ ഒരു പരിപാടി ഇല്ല ഭാഗത്ത്. ഇൻഷാ അല്ലാഹ് എന്നാ നോക്കിട്ട് വിളിക്കാം. ഈ കത്ത് ഞാൻ എഴുതിയിട്ട് ഉസ്താദിനെ വിളിക്കാം. അതിൽ ഇത് മാത്രം കൊടുത്താൽ മതി? ഉസ്താദില് വേറെന്താ വെക്കണം? പിന്നെ ഈ കുത്തുബുലാലത്തിന്റെ വിഷയം മാത്രമായി അല്ലെങ്കിൽ മൊത്തം? അത് മാത്രമല്ല, ഞങ്ങളെ വീട്ടിൽ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് വീട്ടിൽ വന്നു സർവക്കാൻ നീക്കി കളഞ്ഞു വന്നു. അതൊക്കെ വരണം. അതെ ഇൻഷാ. എന്നാ പിന്നെ നല്ല ചെയ്യാത്ത പലതുമായാലും പറഞ്ഞിരിക്കണ അറിയാം. അതെ. അല്ല അത് സത്യമാണ്. മൂപ്പര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയും ഞാൻ മഹാന്മാരോട് ചോദിച്ചോക്കട്ടെ എന്ന് പറയും. ഏതെങ്കിലും മഹാന്മാരെന്ന് എനിക്കൊരു മനസ്സിലായില്ല. രണ്ടാക്കും തിരിയില്ല. അത് തിരിയണമെങ്കിൽ ഉസ്താദിന്റെ സ്ഥാനത്തെത്തണം. നിങ്ങൾക്ക് എന്ത് മഹാന്മാർ? അപ്പൊ നിങ്ങൾ ഗൂഢാലോചന എഴുതുകത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊക്കെ എഴുതിക്കോ. ഒരു നാടിനോട് അങ്ങനെ പറയാൻ പറ്റുമോ? ഈ ഗൂഢാലോചന പൊടിയൂലേ? മഹ്ശറയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങളും വരൂലേ, ഞങ്ങളും വരൂലേ, ഉസ്താദും വരൂലേ, എല്ലാവരും വരും. ചോദ്യം വരൂലേ? അവിടെ അന്ന് മറുപടി പറയേണ്ടി വരൂലേ? അതുകൊണ്ട് ജനങ്ങളോട് ഒറ്റ കാര്യം കൂടി പറയാം. വേറെ മൂപ്പര് വേറെ ഒരു ശൈഖിനെ കുറിച്ച് അറിഞ്ഞപ്പോ ഇയാൾ ഒരു സംശയം വേറൊരു ക്ലാസ്സിൽ ചോദിക്കുക. അപ്പോ അമ്മയിലേരി പറയാണ്, ഞങ്ങൾ മലപ്പുറത്തുകാരാണ്, അവിടെയുള്ള ശൈഖിനെ കുറിച്ച് കാസർഗോഡ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങളാ പറയേണ്ടത്. ഏത് ഒരു ശൈഖിനെ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറയുമ്പോ ആ നാട്ടേര് പറയണം. ആ ഒരു പോയിന്റിന് മൂപ്പർ എത്തുകയാണ്. അതൊന്ന് ശരിക്കും കേട്ടോളൂ. മൂപ്പർക്ക് ഓരോ സ്ഥലത്തും ഓരോ നിയമം. കാസർഗോഡ് വന്നപ്പോ വേറെ നിയമമാണ്, ഇവിടെ വന്നപ്പോ മലപ്പുറത്തേരാളാണ് ഇവിടെ വന്നിട്ട് ഉസ്താദിനെ പറയേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല, സംഘാടകർക്കില്ല, ആർക്കില്ല, എല്ലാവർക്കും ഉസ്താദിനെ അറിയാം. ഇന്നും ഞങ്ങൾ ചോദിച്ചു ഉത്തരല്ല. നോക്ക്, അവിടെ ഒരു കാര്യം കിട്ടിട്ടോ, ആളുകൾക്കൊക്കെ ഉസ്താദെന്ന് അറിയാനും ബന്ധപ്പെടാനും മജ്‌ലിസിലൊക്കെ ഒന്ന് പങ്കിടും. ആഖിറം നന്നാക്കാണ്ട് ഒന്ന് വരി. അവിടെ ഒരു ത്വരീഖത്തും ഒന്നും കാണാൻ പറ്റില്ല. നല്ല ഉപദേശം, നല്ല ദുആ, ആളുകൾക്ക് ഇജാബത്ത് കിട്ടുന്നുണ്ട്, അനുഭവം കിട്ടും. ഉസ്താദ് പറഞ്ഞിട്ടില്ല, അനുഭവിച്ചവർ പറയാണ്. അതിന് അസൂയായിട്ട് കാര്യമില്ല. അത് ഒരു പറഞ്ഞോട്ടെ, ഉസ്താദിന് അങ്ങനെ ഒരു വാദമില്ല. അതേ സമയത്ത് ആളുകൾ അതുകൊണ്ട് ഉപകരിക്കുന്നുണ്ട് ആളുകൾക്ക്. അൽഹംദുലില്ലാ. അതാ ഞാൻ പറഞ്ഞത്, അതിലിവിടെ ഒരു ഗ്രൂപ്പുമില്ല. ഉസ്താദ് ഒറ്റ കാര്യം നോക്കൂ, റസൂലുള്ളാഹി തങ്ങളുടെ ആ സുന്നത്ത് ജമാഅത്തിലാണോ എന്ന് നോക്കൂ, വഹാബിനോട് വെറുക്കുന്നവനാണോ എന്ന് നോക്കൂ. അതാ ഉസ്താദിന്റെ നോട്ടം. മാത്രമല്ല ഹബീബായ തങ്ങളുടെ ഷഹർ മുബാറക് അടക്കമുള്ള കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ വരാത്തവരാണോ എന്ന് നോക്കൂ. അതാ ഉസ്താദിന്റെ നോട്ടം. ആ നോട്ടത്തിൽ യോജിക്കുന്ന എല്ലാവർക്കും ഉസ്താദ് അവരുടെ ഈ സംഘന്യം തേങ്ങാക്കൊലിയും പറഞ്ഞ് കാലം കഴിഞ്ഞാൽ ഒരാളും വരൂലട്ടോ ഒന്ന് പൊട്ടിക്കരയാൻ. സഹോദരങ്ങളെ, ഈ നുണയും പറഞ്ഞ് നടന്നാൽ ഇപ്പൊ സംഭവം ഞങ്ങളോട് തുറന്നാണ് പറഞ്ഞുതരാം. ഇതെന്താ അതിന്റെ രഹസ്യങ്ങള്? ഈ മജ്‌ലിസിനും ദുആക്കൊക്കെ വന്ന ബൽക്ക് നോട്ടീസ് ഒട്ടിക്ക് ആളെ കിട്ടൂല, അതേ ഉള്ളൂ അതിന്റെ പിന്നിൽ. അതിന് ആളുകൾക്ക് കിട്ടുന്നത് നിങ്ങൾ മുടക്കണോ? അതാണ് ഇതിന്റെ രഹസ്യം. അതെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഉസ്താദിന് കുഴപ്പമുണ്ടെന്ന് ഇവിടെ 2-4 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞോ ഈ നുണകളല്ലാതെ? ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, ആരെണ്ണി പറയും, പറഞ്ഞോ? പറഞ്ഞില്ല. പറയാൻ കഴിയൂല എന്ന് ഞങ്ങൾക്കറിയാം. ഇനി കേട്ടോ, നാട്ടുകാരാ പറയേണ്ടെന്ന് അവർ പറയുന്നു. ഇങ്ങോട്ടൊന്ന് പോകുന്നുണ്ട്, അയാളെ സംബന്ധിച്ചിട്ടുള്ള അത് വേറൊരു ജാഹില്.
അല്ലേ സാഹിബുൽ ബൈത്തി അതിറാന്നല്ലേ മലപ്പുറത്തേരോട് ചോദിക്കുക ആദ്യം. നിങ്ങൾ ഇവിടുന്ന് കൂടിയാണ് വരില്ല. മലപ്പുറത്ത് ജീവിക്കുന്നവരാ ഞങ്ങളൊക്കെ. എനിക്കറിയാം ബഷീറുദ്ദീനെ. ഒരു നിലക്കും ഞങ്ങളെ നാട്ടിലോ അയൽ നാടുകളിലോ ഒരംഗീകാരമില്ലാത്ത ആള് പോലെ വടക്കൊന്നും കുറെ ആൾക്കാർ വരുന്നത്, തെക്കൊന്നും കുറെ ആൾക്കാർ വരുന്നത്. ഇതൊക്കെ റിക്രൂട്ട്മെന്റ് നടത്താൻ ചില ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എവിടെയൊക്കെ ഈ ആളുകൾ വരാൻ കാരണം. ഇതല്ല ഒരു ഷെയ്ഖുമല്ല, അയാൾ ഒലിയുമല്ല. അപ്പോ ആ പോയിന്റ് പിടിച്ചതാ ഞാൻ. അതായത് ഞങ്ങളെ ഇത് കാസർഗോഡുന്ന പരിപാടി, ഞങ്ങളെ മലപ്പുറത്തുള്ളവരാണ് പറയേണ്ടത് ഞങ്ങളാണ്. ഞാനിവിടെയും പറയുന്നു, കുരുവട്ടൂരിലുള്ള ഉസ്താദിനെ കുറിച്ച് പറയേണ്ടത് ഈ നാട്ടുകാരാണ്. അവർക്കറിയാം ഉസ്താദിനെ. അത് വേറൊരാൾ ഇങ്ങോട്ട് ഹിജ്റ വന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഞങ്ങൾക്കതിലൊരു വാശിയില്ല. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ ഇവിടെ നിന്ന് പറഞ്ഞത്, ഉസ്താദെ ശരീഅത്തിന്റെ ഇന്ന നിയമത്തിന് ഉസ്താദ് എതിരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയും, ഞാൻ ഇന്നു മുതൽ ബന്ധപ്പെടൂല എന്ന് പറയും. പക്ഷേ അത് കിബിരിത്തുൽ അഹ്മറൊന്നല്ല, മുഹാലാണത്. അതാ ഞങ്ങൾ ഇത്രയും ധൈര്യത്തിൽ വിളിക്കുന്നത്. ഞങ്ങൾ ഇവരെ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടുണ്ട്. പലരോട് ഞങ്ങൾ പറഞ്ഞു, ഹാഫിദ് ഉസ്താദിനെ ഞങ്ങൾ എത്തിച്ചേരാ, നിങ്ങളൊന്ന് ചോദിക്കി. ഉസ്താദ് ഇത്രത്തോളം പറഞ്ഞു. ഇനി അതും കൂടി നിങ്ങൾ കേട്ടോളൂ. ഈ ഉലമാക്കൾ എല്ലാരും കൂടിച്ചേർന്ന് എന്നോട് പറയാണ്, ഹാഫിദ് ഉസ്താദ് എന്നോട് പറഞ്ഞ ഈ ഉലമാക്കളെല്ലാം കൂടി ഇന്നെ വിളിച്ചിട്ട് പറയാണടാ ഹക്കീമേ, എന്റെ അടുത്ത് ഇന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തൗബ ചെയ്ത് മടങ്ങാൻ ഞാൻ തയ്യാറാണ്. ഇത്രയേറെ പറഞ്ഞ ഒരാളെ കുതിര കയറാമെന്ന് നിങ്ങൾക്ക് വല്ല വ്യാമോഹമുണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് നടക്കുന്ന കാര്യമല്ലാതെ ഇതിലപ്പുറം എന്താ പറയണ്ടി? അത്രയും താഴ്ന്നു ഇപ്പോഴും അത് പറയാണ്. നിങ്ങൾ വരി മെമ്പർഷിപ്പുള്ള ആളല്ലേ. അപ്പൊ ഒരാൾക്ക് നിങ്ങൾ ഈ രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ എന്താ ചെയ്യാ? ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഇത് കൊടുക്കൊരു വിശദീകരണം തേടൂലേ? വിശദീകരണം തേടിയിട്ട് അയാളെ വിശദീകരണം തൃപ്തിയല്ലെങ്കിലല്ലേ കേസെടുക്കുക, നിയമം എടുക്കുക. ഹാഫിദ് ഉസ്താദ് SYSന്റെ മെമ്പറായിരിക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വസ്വാസം ഉണ്ടെങ്കിൽ ഉസ്താദിനെ വിളിച്ചു വരുത്തിയിട്ടൊന്ന് ചോദിക്കണ്ടേ? ചോദിച്ചിട്ട് തെറ്റ് പറഞ്ഞിട്ട് ഉസ്താദ് ന്യായീകരിച്ചാലല്ലേ ഉസ്താദിനത് പറയേണ്ടതുള്ളൂ. ഇത്രയേറെ താഴ്ന്നു തന്നപ്പോ നിങ്ങൾ മുകളിൽ കയറി. നിങ്ങൾക്ക് തോന്നി ഈ രാജ്യം മുഴുവനും ഞങ്ങളുടെ കയ്യിലാണ്. നാം മനസ്സിലാക്കിക്കോ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളുടെ നോട്ടമുണ്ടെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഇനി ദുനിയാവിൽ പരാജയപ്പെട്ടാൽ എന്താണ്? ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശൈഖുനാ ഖുത്ബുൽ ആലം മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആളുകളായി ഞങ്ങളെ വിളിക്കപ്പെടണം. അതേ മമ്പുറന്തങ്ങളെ ആളുകളായി വിളിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം. പിന്നൊരാൾ പറഞ്ഞു ഉദ്ഘാടനം ചെയ്തപ്പോ, ഇവിടെ ഒരാളുണ്ട് മൂപ്പരി ത്വരീഖത്തോ എന്തോന്നും എനിക്കറിയില്ല, എന്താ നിങ്ങൾ പോണ്ട, എന്നാ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. അത് മനസ്സിലായിക്കോളൂ. പിന്നെ വേറെ വിശദീകരണം, സംശയം ഉണ്ടെങ്കിൽ പോകാതിരിക്കല്ലേ വേണ്ടത്, അല്ലേ? ഇസ്തിയാസ ചെയ്യാൻ വഹാബിക്ക് സംശയമുണ്ട്, നിർത്തിക്കോ. നിസ്കാരം 5-ാം നിലയിൽ ചേകന്നൂന്നി സംശയമുണ്ട്. കണ്ട സംശയത്തിനൊക്കെ വില കൊടുക്കുക. സംശയമുണ്ടെങ്കിൽ കാരണം പറ. അക്കാരണം പറയാത്ത കാലത്തോളം നിങ്ങൾ എന്ത് വയനാറോട് കാര്യമില്ല. ഷാവറൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ പിന്നെ എത്ര ആൾക്കൂടെ ഷാവറുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് ലോകത്തിൽ എല്ലാവരും അംഗീകരിക്കണം. ഇപ്പൊ 90 ലക്ഷത്തോളം വരുന്ന മുഅ്മിനീങ്ങൾ, കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ, അവരൊക്കെ ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ കാര്യം എല്ലാരെ കുറിച്ച് തീരുമാനിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്തല്ലോ. തബ്ലീഗ് തെറ്റാന്ന് പറഞ്ഞു നമ്മൾ കാരണം പറഞ്ഞു കൊടുത്തു. ഖാദിയാനി കാഫിറാന്ന് പറഞ്ഞു കാരണം പറഞ്ഞു കൊടുത്തു. എണ്ണി കൃത്യമായി രേഖ അടക്കം. എന്തേ ഇവിടെ ഇല്ലാത്തത്? എന്തേ ഇവിടെ മാത്രം അതില്ലാത്തത്? അതുണ്ടാവൂല, അത് നിങ്ങൾക്ക് പറയാൻ കഴിയൂല. അത് ഇവിടെ നിങ്ങൾ സമ്മേളനം വെച്ചപ്പോഴും മനസ്സിലായി, ഒന്നുകൂടി മനസ്സിലായി. അതുകൊണ്ട് ഇതിൽ വാശിയില്ല, വാശിയില്ല. ജനങ്ങളെ ഈമാനാണ് ഏറ്റവും പ്രധാനം. അതിന്റെ നല്ല ഉപദേശങ്ങൾക്ക് വേണ്ടി കാതോർക്കുക. ആ ഉപദേശങ്ങൾ വരുമ്പോൾ അതിന് വലിയ ഫലങ്ങളുണ്ടാകും. നമ്മുടെ ഹൃദയത്തിന് ധാരാളമായി ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു തോന്നൽ വരും.
ഖബറിനെ കുറിച്ചുള്ള ചിന്ത വരും. അതാവിടെ ആവശ്യം. അതിനുവേണ്ടി നമ്മൾ എല്ലാ പണ്ഡിതന്മാരെയും ആദരിച്ച് എല്ലാവരും ഒന്നായി സുന്നത്ത് ജമാഅത്ത് പറയുന്ന ഒരു റൂട്ടിൽ വരിക. അത് വന്നാൽ അൽഹംദുലില്ലാഹ് ഈ പറഞ്ഞ കറാമത്ത് മുഴുവനും നമുക്ക് അംഗീകരിക്കാൻ പറ്റും. സംസാരിച്ചു വന്നാൽ അതൊന്നും വലിയ സംഭവിച്ചു നിങ്ങൾ കൂട്ടേണ്ട മക്കളെ. ശംസുലുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനല്ലേ, അവരെ സ്മരണീയങ്ങളൊന്നും എടുത്തോക്ക്. സമസ്ത ഇറക്കിയ സ്മരണിക അതിൽ കാണാം. ഏർവാടിയിൽ ചെന്നു ശൈഖുനാ ഇ.കെ. ശംസുലുലമ ഉസ്താദ് അവറുകൾ ഏർവാടിയിലെ കാട്ടുപള്ളിയിൽ ചെന്നപ്പോ അതാ മഖ്ബറയിലേക്ക് അങ്ങ് കടക്കുമ്പോ മഹാൻ സലാമടക്കാണ്. വഅലൈക്കുമുസ്സലാം. കൂടെയുള്ളവര് സലാമടക്കില്ല. ശൈഖുന ചോദിച്ചു, എന്താണ് നിങ്ങളാരും സലാമടക്കാത്തത്? ഉസ്താദേ, ഞങ്ങൾ സലാം കേട്ടിട്ടില്ലല്ലോ. ഇ.കെയുടെ ചോദ്യം, പിന്നെ നിങ്ങൾ നാട് കണ്ടാൻ വന്നതാണെടോ? ഖബറാകത്തിന്ന് സലാമീനെ കേട്ടോവർ, ഖബറാകത്തുള്ളവരോടു മൊഴിന്തോവർ, ഖബറാകത്തുസ്താദേ ഖബറുങ്ങളിൽ നിന്നത് നീക്കിച്ച് വച്ചോർ കുഫിയാകത്തുള്ള കൽഭാഗം വന്നവർ ചൊല്ലിയാകാരം ചൊല്ലി എന്റെ മരിൽ അതെന്നോ മജ്‌ലിസിൽ വന്നതിന്റെ പവറാണോ? നിങ്ങൾ 100 കൊല്ലം തപസ്സിരുന്നിട്ട് കാര്യമുണ്ടോ? വേദിമാരൊക്കെ അങ്ങനെ പാടല് ഞാൻ പഠിപ്പിച്ചു തരും. അതാണ്, അതിങ്ങനെ അനുഭവിച്ചു പഠിക്കും ഏത് സാധാരണക്കാരൻ. അത് അനുഭവത്തിൽ പഠിക്കണം. ആ സൂയും കിബറക്കാട് മാറ്റിവെച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ വാ. എന്നിട്ട് ഞമ്മക്ക് ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഒന്നിരിക്കും. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. അതൊന്ന് പറഞ്ഞു തീർത്ത് ഇത്തരം തടസ്സമുള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് ഞമ്മക്ക് സുന്നത്ത് ജമാഅത്തിലൊന്ന് ഒന്നിക്കുക. ഇൻഷാ അല്ലാഹ് മഹാന്മാര് വഫാത്തായ പോലെ, ശൈഖുന മടവൂർ വഫാത്തായ പോലെ, ഖുത്ബുൽ ആലം മടവൂർ ജീവിച്ച പോലെ നമുക്കൊന്ന് ജീവിക്കണം. എന്താണ് അവിടുത്തെ പ്രത്യേകത? മടവൂരിൽ വന്നു ചോദിച്ചു, ശൈഖുന മടവൂർ ഇതാരെ വീടാണ്? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഇന്നാളെ വീടാണ്. ചോദിച്ചു, ഇതാരെ വീടാണ്? അതിന്നാളെ വീടാണ്. എല്ലാ വീടും പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ പറഞ്ഞു, ഈ വീട് ആരാണ്? അപ്പൊ പറഞ്ഞു, ഇന്നാളുടെ. അവനെ എനിക്കറിയില്ല. ശൈഖുനായുടെ മറുപടി പിന്നെയും ചോദിച്ചു. അപ്പോഴും മറുപടി പറഞ്ഞു, ഇന്നാള് ഇന്നാളെ മകൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ല. അവസാനം ശൈഖുന മടവൂർ പറഞ്ഞു, ഖുത്ബുൽ ആലം മടവൂർ പറഞ്ഞു, അവരുമായി നമുക്ക് ബന്ധമില്ല, അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല. വഹാബിയോടാണത്. ഇതാ മടവൂരിന്റെ ത്വരീഖത്ത് പഠിച്ചോ? മടവൂരിന്റെ ത്വരീഖത്ത് എന്ന വഹാബിനോട് കടുത്ത ദേഷ്യം, സ്നേഹസംവാദം അവിടെ ഇല്ല, മജ്‌ലിസിൽ ഇരിക്കലില്ല. അത് അൽ ബാബു സാദിസാണ്. അങ്ങോട്ടിപ്പോ പോണില്ല. സഹോദരങ്ങളെ, വഹാബിന്റെ കൂടെ ഇരിക്കലില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടും ഒരാൾക്കും വരാൻ കഴിഞ്ഞില്ല. ശൈഖുന മടവൂർ പഠിപ്പിച്ചു കൊടുത്ത കാര്യം അതാണ് ഉസ്താദ് അവർകൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വഹാബിനോട് കടുത്ത ദേഷ്യം, ഇത് നമ്മളെ അജണ്ടയാണ്. അത് വ്യക്തിപരമായ വൈരാഗ്യമല്ല. അതാണ് ഇവിടെ ഒന്നാമത്തെ ഷർത്ത്. ഉസ്താദിന്റെ മജ്‌ലിസിൽ ഇരിക്കണമെങ്കിൽ, ഉസ്താദിന്റെ കൂടെ നടക്കണമെങ്കിൽ ഒറ്റടിമേന്തേ ഉള്ളൂ. വഹാബിനോട് എതിർപ്പ് വേണം, ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പ് വേണം. ആദർശ മുന്നേറ്റ പരിപാടിക്ക് പോകുമ്പോ പാവപ്പെട്ട എന്നോട് എന്റെ ഉസ്താദിന്റെ ഒരേ ഒരു ഉപദേശം, മോനെ വഹാബിയോടുള്ള ആ ബന്ധം പറയാതെ പ്രസംഗം നിർത്തരുത് കേട്ടോ. ഇത്രയേറെ ഈ വിഷയത്തിൽ വലിയ കർശനമായ ബോധം. മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ, പുത്തൻവാദിയെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവന് സലാം പറഞ്ഞാൽ അവന്റെ കൂടെ പോയി ഇരുന്നാൽ അതേ അഹ്ബത്തുല്ലാഹു അമലഹു, അല്ലാഹു അവന്റെ അമല് പൊളിച്ചു കളയുകയാണ്. മാത്രമല്ല വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്നതാ ഈമാനാകുന്ന നൂറിനെ അല്ലാഹ് എടുത്തു കളയും കേട്ടോ. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ആദർശ മുന്നേറ്റത്തിന് വന്ന മാന്യ മുഅ്മിനീങ്ങളെ, ഇതിന്റെ സന്ദേശം ഇതാണ്. ഒരു വഹാബിയോടും നമുക്ക് ബന്ധം വേണ്ട. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും. നമ്മുടെ ആയത്തുകളെ പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, തെറ്റിദ്ധരിപ്പിക്കുന്നവർ, പുത്തൻവാദികൾ, അവരുമായി നിങ്ങൾക്ക് ബന്ധം വേണ്ട. അഥവാ അറിയാതെ ഇരുന്നു പോയാൽ എഴുന്നേറ്റ് പോരണം മോനെ, ഓർമ്മ വന്നാൽ. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഈമാൻ വലിയ വിലപിടിപ്പുള്ള സംഗതിയാണ്. ഈ ശരീരമൊക്കെ നശിച്ചാലും ഈമാൻ നശിക്കാൻ പാടില്ല. അതേ സഹോദരങ്ങളെ, ആത്മാവ് നശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വഹാബിയോടുള്ള കടുത്ത ദേഷ്യമാണ് ഉസ്താദ് അവരുടെ ഒന്നാമത്തെ നയം. അതുപോലെ ഷഹർ മുബാറക്കിനോടുള്ള ആദരവ്, അതിനെ നിസ്സാരമാക്കുന്നവരോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഉസ്താദിന്റെ അടിസ്ഥാന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ചരിത്രം കൂടി പറഞ്ഞ് ചോദ്യകർത്താക്കൾ മനസ്സിലാവാൻ വേണ്ടി, സഹോദരങ്ങളെ, അപ്പൊ ഇൽമു തസവ്വുഫും ഇൽമുൽ ഫിഖ്ഹും ഇൽമു തൗഹീദും ഇത് മൂന്നും കൂടി കൂടിയ സാധനമാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ വ്യക്തമായി പ്രസംഗിച്ച ആളും പറഞ്ഞു, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ആ രേഖപ്പെടുത്തപ്പെട്ട നിയമത്തിനെതിരായി വല്ലതും വന്നാൽ അതാണ് കള്ളശരീഅത്ത്. കള്ളശരീഅത്തിന്റെ ഉദാഹരണം ഞാൻ നമ്പറിട്ട് ഇവിടെ പറയും. മനസ്സിലായോ? ഉദാഹരണം പറയാം, നിസ്കാരം 5 എന്നതാണ് റസൂലുള്ളാഹിക്ക് അല്ലാഹ് ഇറക്കിക്കൊടുത്ത നിയമം. അതൊരാള് 3 പറഞ്ഞാലോ അതിന് കള്ളശരീഅത്തിന്റെ നിയമം എന്ന് പറയും. അതാണ് കള്ളശരീഅത്ത്. അതും മനസ്സിലായില്ല. അതൊക്കെ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകേണ്ടതാണല്ലോ, അല്ലേ? ആർക്കാ ഇത് പിടുത്തം കിട്ടാത്തത്? അപ്പൊ പിന്നെ മുജാഹിദ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പോരെ? മുജാഹിദ് ജമാഅത്ത് പറഞ്ഞാൽ പിന്നെ ചേകനൂര് പെടൂ, ഒരു 2 പെട്ട കള്ളത്തരീഖത്തുകാരൻ പെടൂ, അതെല്ലാരും പെട്ട ഈ ജാതി പെടൂ, ഇതെല്ലാം പെടണ്ടേ? അതിനാ ഞങ്ങൾ കള്ളശരീഅത്ത് എന്ന് പറഞ്ഞു. അതായത് അള്ളാന്റെ റസൂലിന് ഇറക്കിക്കൊടുത്ത നിയമം, അത് ഇറക്കിക്കൊടുത്തിട്ട് കാര്യമില്ല, ഇറക്കിക്കൊടുത്ത നിയമങ്ങളാണെന്ന് പണ്ഡിതന്മാർ സ്വീകരിച്ചത്. അല്ലാതെ ഇപ്പൊ ഖുർആൻ ഓതിയിട്ട് നിസ്കാരം 3 ചേകനൂര് പറയുന്നത്. അതുകൊണ്ട് കാര്യമില്ല. അത് പണ്ഡിത ലോകത്തിന്റെ അംഗീകാരത്തോടെ നടപ്പാക്കപ്പെട്ട കാര്യങ്ങൾ. അതാ ശരീഅത്ത്. കേട്ടോ, ആ ശരീഅത്ത് ഒന്നുകൂടി പൂർണ്ണമായി സംരക്ഷിച്ച് ശരീരത്തെ മെരുക്കിയെടുത്ത് ആ രൂപത്തിൽ ജീവിക്കുന്നതിന് ത്വരീഖത്ത് എന്ന് പറയുന്നു. അതിന് പ്രത്യേകമായ നിയമങ്ങളൊക്കെ അതിന്റെ മശായിഖന്മാര് തരും. എന്നിട്ട് ശരീരത്തെ അങ്ങോട്ട് അതിനുങ്ങൾ എല്ലാ പരിശീലനവും നൽകിയിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരത്തെ ഉറപ്പിച്ചു നിർത്താൻ അങ്ങേയറ്റം അധ്വാനിക്കുക. അതിന്റെ റൂട്ടാണ് ത്വരീഖത്ത്. അപ്പൊ അതിൽ ശരീരത്തിന്റെ മുകളിലാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ കള്ള ശരീരത്തെ അറിഞ്ഞപ്പോ പോലെ വേദനത്രേ. കള്ളത്വരീഖത്തെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കറിയോ, ഈ ത്വരീഖത്തെന്ന വചനം വാക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എത്ര അധ്വാനിച്ചു മഹാന്മാർ. ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഖാദിരിയ ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ ശൈഖല്ലേ. മഹാനായ സയ്യിദ് അഹ്മദുൽ കബീർ ദിഫാഇ, ഇമാം ഷാദിലി, ഇങ്ങനെ തുടങ്ങിയ വലിയ മല പോലെയുള്ള ഇൽമീങ്ങൾ ഈ ത്വരീഖത്തെന്ന മഹാ വലിയ പവറുള്ള ഈ വാചകത്തെ കൊണ്ടുവന്നപ്പോ, എടാ കള്ളത്വരീഖത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോ നിന്റെ മനസ്സിൽ വേദന തോന്നിയില്ല. അതേ സമയത്ത് നീ മനസ്സിലാക്കിയ ഈ ശരീഅത്തിനെ ഒരു കള്ളം മുന്നിൽ കൂട്ടിക്കൊടുത്തപ്പോ വേദന തോന്നിയെങ്കിൽ ഈ ഉലമാക്കൾക്കും ഉണ്ടായ വേദന നിന്നെ ഒന്ന് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആ പേര് കൊടുത്തത്. കേട്ടോ, അത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. എല്ലാരും ആ രുചി ഒന്ന് അറിയട്ടെ. അവനേൻ എടുക്കുന്ന പണിന്റെ പോലെ കള്ളം നീർക്കുമ്പോ പ്രശ്നമുണ്ടല്ലോ. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അപ്പൊ അതാണ് കള്ളശരീരത്തൊരീഖത്തും ശരീഅത്തൊക്കെ ഉണ്ടാവും. ഒക്കെ കള്ളന്മാരെല്ലാം ഇപ്പൊ കള്ള പ്രവാചകനില്ലേ, അതിനപ്പുറം ഉണ്ടോ? ഇവിടെ കള്ള അള്ളനുണ്ട് കേട്ടാ. ഞാൻ അള്ള എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലേ? എത്ര ആളുകളുണ്ട്? പണ്ടേ ഒരു സ്ഥലത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നബിയാണ്, അള്ളാഹ് എന്നോട് പറഞ്ഞയച്ചാണ്. അപ്പൊ വേറൊരു വയസ്സായ ആൾ വന്നിട്ട് പറഞ്ഞു, നീ നബിയൊന്നല്ല. അതെന്താ? ഞാനാണ് അള്ളാഹ്, ഞാൻ അങ്ങനെ നബിനെ പറഞ്ഞയച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പല സ്ഥലത്തും ഉണ്ടാവും. അതെല്ലാം ഇതൊക്കെ കള്ള ശരീഅത്താ. അള്ളാന്റെ റസൂലിന്റെ മേലിൽ അള്ളാഹ് ഇറക്കി കൊടുക്കാത്ത ഏത് നിയമമുണ്ടോ അതൊക്കെ കള്ള ശരീഅത്താ. പക്ഷേ
അതിനെ ഒന്നുകൂടി മെരുക്കിയെടുത്ത് ശരീരത്തെ അതിനായി സമർപ്പിച്ചു. അതാ ത്വരീഖത്തിന്റെ റൂട്ട്. നമ്മളൊക്കെ നിസ്കരിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ നിസ്കരിക്കും, നോമ്പ് വെക്കും, പക്ഷെ അതൊന്നും അല്ലല്ലോ. ഇതിനു വേണ്ടി മാത്രം ജീവിക്കാം. സാഫി ഉസ്താദിന്റെ പണി എന്താ? നിങ്ങൾ പോയി ആലോചിച്ച് നോക്ക്. പൂളാൾക്കാൻ പോല ആണോ? ആണോ? ഹോസ്പിറ്റൽ ക്ലീൻ ആക്കലാ പണി? അതൊന്നുമല്ല ഉസ്താദിന്റെ പണി. ഉസ്താദിന്റെ പണി ഇബാദത്ത് ചെയ്യല അല്ലേ? അപ്പൊ ഇബാദത്ത് ചെയ്യാനാ നമ്മളെ പറഞ്ഞേച്ചത്. അപ്പോ ആ രൂപത്തിൽ ശരീരത്തെ മെരുക്കിയെടുത്ത ആളുകൾ. പക്ഷേ വഹാബിസം കേരളത്തിൽ വന്നിട്ട് ആദ്യം ചെയ്ത പണി എന്താ അറിയോ? ഫിഖ് ഓൽക്കൊണ്ട് തൗഹീദിൽ നിന്ന് ഉഗ്രന. തൗഹീദ് ഈ പ്രഭാഷണം, തൗഹീദ് പോലെ കുത്തക എന്നാ തോന്നല്. എന്നാ സാധനം ഓലെടുത്തില്ല, അത് വേറൊരു കാര്യം. തൗഹീദും ഫിഖും ഒക്കെ ഓലെടുത്തുണ്ട്. പക്ഷേ അവരാദ്യമായി ചോദ്യം ചെയ്തത് എന്തിനെയാണ്? തസവ്വുഫിനെയാണ്, സൂഫിയെയാണ്, ത്വരീഖത്തിനെയാണ്. കാരണം അതാണ് ഇതിന്റെ കാമ്പ്. മനസ്സിലായോ? അതാണ് ഇതിന്റെ കാമ്പ്. ശരീഅത്തിന്റെ നിയമം പൂർണ്ണമായി ഉൾക്കൊണ്ട് ശരീരത്തിനെ അതിനെ പാകപ്പെടുത്തിയെടുത്ത് അതിന് കിട്ടുന്ന സ്വത്ത്, അതാണ് ഹഖീഖത്ത്. അതിന്റെ മുതൽ, അതിന്റെ സത്ത, അതാണ് ഹഖീഖത്ത്. അപ്പൊ ഇത് വഹാബിക്ക് തീരെ പിടിച്ചൂടാ. ഇബ്ലീസാണല്ലോ ഇതിൽ ഇടപെടുന്നത്. ലഅനത്തുല്ലാഹി അലൈഹി. ആ പിശാച് കൃത്യമായി ഇടപെട്ടു. അങ്ങനെ മഹ്ദൂമുമാർ വന്ന വഴിയിൽ മുജാഹിദുകൾ ഉണ്ടായി. മുജാഹിദുകൾ ഇടപെടുകയാണ്. ആ മുജാഹിദ് സക്കരിയ സ്വലാഹി അയാൾ ഇടപെടുകയാണ്. എന്നിട്ട് തസവ്വുഫിനെ ചോദ്യം ചെയ്യുകയാണ്. തസവ്വുഫിന്റെ ഉലമാക്കളെ, ത്വരീഖത്തിന്റെ ആളുകൾ അവര് പറഞ്ഞ മാലയെ ചോദ്യം ചെയ്യുകയാണ്. അതിങ്ങനെ പോന്ന് ഇവരെങ്ങനെ കഷ്ണം കഷ്ണാക്കി നന്നായി വരുമ്പോ പിന്നെ തലയെക്കെട്ട് വെച്ചിട്ട് ത്വരീഖത്തിനെതിരെ പ്രസംഗം. അപ്പോ അതും നടക്കൂല. എല്ലാം കൂടെ ഓപ്പറേഷൻ ചെയ്യണല്ലോ. അപ്പോ മഹ്ദൂമുമാർ പഠിപ്പിച്ച ആ ത്വരീഖത്തിനെയും അതിന്റെ അഹ്ലുകാരെയും ചോദ്യം ചെയ്ത് ഇവർ പാട്ടും മാലയൊക്കെ ഉണ്ടാക്കി. ഒന്ന് കണ്ടോളൂ സക്കരിയ സ്വലാഹി പറയുന്നത്. ഇനി ഞാൻ ആ കള്ള ശരീഅത്തിലേക്ക് തന്നെ വരാം. ഇനി ഞാൻ ഇവിടെ നിന്ന് നടന്ന ആ പരിപാടിയിൽ എടുക്കും. അവമാണല്ലോ ഒന്ന് ഓപ്പറേഷൻ ചെയ്യുക. ഇതേ പറയാൻ ഞാൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോകും. നമ്മളിവിടെ ആദർശം ഉന്നയിച്ചു. അതിന്റെ ശബ്ദമാണ് ഇൻഷാ അല്ലാഹ് അടുത്തതിന്റെ ഇത് വരും. പിന്നെ നമ്മളെ സീഡിയിൽ അത് കൃത്യമായി ഇട്ടു കൊടുക്കും. അതേപോലെ മറ്റു ക്ലിപ്പുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ശരിക്കൊന്ന് കേട്ടിരിക്കുക സഹോദരങ്ങളെ. ഞാൻ പറയുന്ന പോയിന്റ്, ഇവിടെ പരിപാടി നടത്തി മിനിയാന്ന്. അതിൽ കാര്യമായി ഒരു 10ഓ 15ഓ തവണ ഈർഷ്യത പ്രകടിപ്പിച്ചത് എന്തായി കള്ള ശരീഅത്ത്, എന്തായി മുന്നേറ്റം എന്നൊക്കെയാണ് തുടങ്ങിയത്. അതാദ്യം നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ഉദാഹരണ സഹിതം, കാരണം എന്തുകൊണ്ട് എന്നറിയോ? എന്റെ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ തുടങ്ങുകയാണ്. അതായത് ഞാൻ ഒറ്റ പോക്കാ വരുന്നത്. ഏത്? മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ദീൻ പഠിപ്പിച്ച കേരളത്തിൽ പിന്നീട് ഈ ദീനിനെ യാത്താക്കിയത് മഹ്ദൂമുമാർ. അവർ ദീനിനെ മൂന്നും പഠിപ്പിച്ചു. ഇൽമുൽ ഫിഖ്ഹും തൗഹീദും ഇൽമുൽ തസവ്വുഫും. പിന്നെ 921 ശേഷം വഹാബികൾ വന്നു. അവർ ഈ തസവ്വുഫിനെ ചോദ്യം ചെയ്തു. അതിനെതിരെ നമ്മൾ പടവരുതി. സകല വഹാബികളെയും കഷ്ണങ്ങളാക്കി. അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ തന്നെ പറ്റാത്ത രൂപത്തിലാക്കി. ഞങ്ങൾ ആ സമരം തുടരുക തന്നെ ചെയ്യും. അതിങ്ങനെ പോരുമ്പോ ഏകദേശം ആളുകളൊക്കെ മുജാഹിദ് തെറ്റാന്ന് ഉറപ്പിച്ചു നിർത്തി എല്ലാ സുന്നികളും ഒന്നായിട്ട് മുജാഹിദിനെതിരെ തിരിയണം എന്ന ഒരു രൂപത്തിലേക്ക് വരികയാണ്. എല്ലാവരും പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ച് എല്ലാവരും ഒറ്റ രൂപത്തിൽ വരുമ്പോ അതിൽ നിന്ന് ചില ആളുകൾ സംഗതി താടിയും തലപ്പാവല്ലുണ്ടെങ്കിലും ഉള്ളിൽ വഹാബിസം കുടികുത്തിയിട്ട് അതാ വഹാബിസം ഇങ്ങനെ സുന്നികളെ സദസ്സെന്ന് പറയാണ്. അതും കൂടി നമ്മൾ ചോദ്യം ചെയ്യാതെ പോയാൽ ഈ സമൂഹം വഹാബിസത്തിലായി പോവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ. മിനിയാന്ന് നടന്ന പരിപാടി ഞാനൊരു ചെറിയ രൂപത്തിലൊന്ന് ഓപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പൊ അതൊന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോളൂ. നമ്മൾ കള്ള ശരീഅത്തിനെതിരെ എന്ന് ബോർഡ് എഴുതിയപ്പോ ഇവിടെ പ്രസംഗിച്ച എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ആൾ, പരിസരാണല്ലോ അതുകൊണ്ട് ഞാനും പരിസരം തന്നെയെന്ന്, എന്റെ നാടിന്റെ പരിസരത്തുള്ള ആൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കാര്യമായി അദ്ദേഹം പറയുന്നത് എവിടുന്ന് കിട്ടി കള്ള ശരീഅത്ത് എന്നാണ്. അതാദ്യമൊന്ന് പറയുന്നത് കേൾക്കുക. എന്നിട്ട് ഞാൻ അതിന്റെ തെളിവ് പറയാം. ശരീഅത്തിലെ കള്ള നാണയം പോയി, കള്ള ശരീഅത്ത് അങ്ങനെ ഒരു സംഗതി പുതിയതായി കള്ള ത്വരീഖത്ത്, കള്ള ശൈഖുമാര് ഇവരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്മത്ത് മുമ്പ് കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് അദ്ദേഹത്തിന്റെ മദ്ഹലിൽ കള്ള ത്വരീഖത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. കള്ള ശൈഖുമാരെ കുറിച്ച് 25 ഇനം ശൈഖുമാർ അദ്ദേഹം പരിചയപ്പെടുത്തി.
ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് മദ്ഖലി, നമ്മൾ ഈ കള്ള ശരീഅത്ത് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. പിന്നെന്താ, ശരീഅത്തിലെ നിയമങ്ങൾ മാറ്റിമറിക്കുന്ന ആൾക്കാരുണ്ട്. അത് ബിദഅത്ത് വഹാബികൾ ശരീഅത്തിന്റെ കുറെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല. ശരീഅത്തിൽ പെട്ടതല്ലാത്ത കുറെ നിയമം ശരീഅത്തിൽ കൂട്ടിക്കലർത്തി ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞു പോന്നു, വിശ്വസിച്ചു പോന്നു. ഇപ്പം പറയുന്നത് അങ്ങനെയല്ല. എന്താ, ഹക്കായ തരീഖത്തിനെതിരെ വ്യാജമായ ശരീഅത്ത് വരുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഒരാൾ പ്രഭാഷണം നടത്തുന്നത്. ആദർശ മുന്നേറ്റം അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു വഖഫിലെത്തിച്ചിട്ടേ ഞങ്ങൾ നിർത്തൂ. തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോ എന്താ പറഞ്ഞേ, ഇത് ഇതുവരെ കണ്ട് എവിടെയും കേട്ടിട്ടില്ല. ഓ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ ഫഖീഹാണെന്നല്ലേ പറയുന്നത്? ആ ബുഖാരിയെടുത്തൊന്ന് വായിക്കൂ. ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും വിശദീകരിച്ചിടത്ത് ഹഖീഖത്തുൻ ബിലാ ശരീഅത്തിൻ ബാത്തില വ ശരീഅത്തുൻ ബിലാ ഹഖീഖത്തിൻ ആതില. ആണോ? എന്താ പറഞ്ഞത്? ശരീഅത്തില്ലാതെ ഒരാൾ ത്വരീഖത്തുമായി വന്നാൽ അത് കള്ള ത്വരീഖത്താണ് എന്നു പറഞ്ഞതിന്റെ താഴെ വ ശരീഅത്തുൻ ബിലാ ഹഖീഖത്തിൻ. ചില ആൾക്കാർ പറയും ത്വരീഖത്ത് വേണ്ട, ഹഖീഖത്ത് വേണ്ട, ഞങ്ങൾ ശരീഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ അശരീഅത്ത് ശരീഅത്തുൻ ആതില, അത് കള്ള ശരീഅത്താണ്. ശാഫിഈ ഫിഖ് പോലും നിങ്ങൾ നോക്കാത്തത് വലിയ കഷ്ടമായി പോയി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇനി ആ കള്ള ശരീഅത്ത് എന്താന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇറക്കപ്പെട്ട നിയമങ്ങൾ, ആ നിയമങ്ങൾക്കെതിരെ പിന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാ പോരാ. അവര് മാത്രല്ല പണ്ടെങ്ങനെ മതിയായിരുന്നു, ഇപ്പൊ പോരാ. ഇപ്പൊ മുജാഹിദിനെതിരെ നിങ്ങൾ നടത്തുന്ന പരിപാടിയുടെ ഹെഡിങ് സ്നേഹ സംവാദം എന്നാണ്. അത് കള്ള ശരീഅത്താണ്, അത് കള്ള ശരീഅത്താണ്. ഹസൻ മുസ്ലിയാർക്ക് പരിചയമില്ല ഈ സ്നേഹ സംവാദം. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കത്? അക്ബർ മൗലവിയല്ലേ അത് നടത്തിയിരുന്നത്? അക്ബർ മൗലവി എന്ന മുജാഹിദിന്റെ വാക്കിൽ നിന്ന് കടമെടുത്ത സ്നേഹ സംവാദം ഏത് ദുനിയാവിലാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറയാ? വഹാബിനോടുണ്ടോ സ്നേഹം? മൗദൂദിയോടുണ്ടോ സ്നേഹം? കള്ളത്തരീഖത്തുകാരനോടുണ്ടോ സ്നേഹം? അൽ ഹുബ്ബു ഫില്ലാഹ്, അതാ ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചത്. വൽ ബുഗ്ദു ഫില്ലാഹ്, ആ ആദർശം സ്നേഹ സംവാദമെന്ന് നടത്തുന്നത് തന്നെയാണ് ഒന്നാമത്തെ കള്ള ശരീഅത്തിന്റെ ഉദാഹരണം. അത് മുജാഹിദ് ജമാഅത്ത് മാത്രം പറഞ്ഞ് ഞങ്ങൾക്ക് തിരിയില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ പറഞ്ഞത്. ഇനി കേൾക്കണോ കള്ളത്തരീഖ ശരീഅത്ത്? അതാ ബാലുശ്ശേരി വരുന്നു. ഇനി കുറച്ചുങ്ങൾ വല്ലാതെ പോയാൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ സുഹൃത്തിയാളാവും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചോ, ഇയാൾ ആളുകൾക്കിടയിൽ ഈ ഗ്രൂപ്പ് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സുന്നത്ത് ജമാഅത്ത് പറയാൻ എല്ലാവരും ഒന്നിക്കണം എന്ന ഒരു റൂട്ടിലാണ് യഥാർത്ഥത്തിൽ ആദർശ മുന്നേറ്റം. അൽഹംദുലില്ലാഹ് അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ആരും എന്ത് ചെയ്യണ്ട, അത് വഴിമാറ്റാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ മാത്രം ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർക്ക് കഴിവുണ്ട് എന്ന് മാത്രം ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരൻ, നമ്മൾ ആ ലക്ഷ്യത്തിലൂടെ തന്നെ പോകും. അങ്ങനെ പോകുമ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തെറ്റിയിട്ടുണ്ട് എന്ന ആരോപണം വരുമ്പോ സ്വാഭാവികമായും അതിന്റെ വസ്തുത എന്ത് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇപ്പൊ ഹാഫിദ് ഉസ്താദുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചർച്ച എവിടെയൊക്കെ ഉണ്ടായാലും തിരുവട്ടൂരിലില്ലല്ലോ. അതെന്താ? ഇവിടെ എല്ലാവരും ആ വിഷയത്തിൽ ഐക്യമാണ്. ഞാനിപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മളെ ഒരു സുഹൃത്തിന്റെ പിതാവ് മരിച്ച് അതിന്റെ ജനാസ ചടങ്ങിൽ സംബന്ധിച്ചപ്പോ ഉസ്താദാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ അതിലെല്ലാ സുന്നികളായ എല്ലാവരും ഉണ്ട്, ആർക്കും തർക്കമില്ല. കാരണം ഉസ്താദിനെ ഇവിടെ ചെറുപ്പം മുതലേ മുതഅല്ലിമായി കണ്ട് വളർന്നു വന്നവരാണ് നിങ്ങൾ. നമ്മളൊക്കെ ഉസ്താദിന്റെ മുഹിബ്ബായിട്ട് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ. നിങ്ങൾ ഉസ്താദിന്റെ കുടുംബവും ഒക്കെ അറിയുന്നവരാണ്. ഇവിടെ അങ്ങനെ ഒരു തർക്കവുമില്ല. ഇവിടെ ഞങ്ങൾ പരിപാടി വെച്ചാൽ മുജാഹിദ് ജമാഅത്തിൽ അപ്പുറം ഒരു അക്ഷരം പറയൂല. ഞങ്ങളെ ഇന്നത്തെ വരെ പരിപാടിയിൽ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ
ഇതൊന്നും ചെയ്യാതിരുന്നപ്പോ ഒരു മനുഷ്യൻ, നിങ്ങള് വലിയെന്നോ സാലിഹെന്നോ ഒന്നും നിങ്ങൾ പറയണ്ട, ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഉസ്താദിനെ കണ്ടോളൂ. ആ ഉസ്താദ് അവരുകളെയും ഈ ആദർശ മുന്നേറ്റത്തെയും തടയാൻ വേണ്ടി ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ ആ പ്രശ്നങ്ങൾ ഞങ്ങൾ കടക്കേണ്ടി വരികയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം, തുറന്നു പറയാം. തുറന്ന് ഇവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ ചോദ്യോത്തരത്തിന് സമയം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനൊരു മാറ്റർ, ഒരു ഓഫർ ഇവിടെ വെച്ച് ഞാൻ ആദ്യം പറയാം. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരും, എല്ലാം ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ഇവിടെ പരാമർശിച്ച വിഷയങ്ങൾക്കൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഇനി ഏതെങ്കിലും ഒരു വിഷയം വിട്ടുപോയാൽ ഞങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഉസ്താദ് പറഞ്ഞൊരു വിഷയം ഉസ്താദ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ പറയില്ല, ഒന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ അതിന് മറുപടി പറയും. അത് ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയുന്നത്, നിങ്ങൾ ആരായാലും കുഴപ്പമില്ല, ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ഉസ്താദ് അവറുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞങ്ങളെ ഉസ്താദുമാരും പലരും അത് അവരെ മുരീദായിട്ടോ അല്ലെങ്കിൽ അവരെ ശൈഖായിട്ടോ ഒന്നുമല്ല, നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഉസ്താദ് അങ്ങനെ തന്നെയാണ്. ഞാനത് തുറന്നു പറയാം. ഇനി ഞാൻ ഇവിടെ വെച്ച് ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ ഉസ്താദ് അവറുകൾ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിയമങ്ങൾക്കെതിരായി വിശ്വാസപരമായാലും അല്ലെങ്കിൽ പ്രവൃത്തി കർമ്മപരമായാലും ഏതെങ്കിലും ഒരു സംഗതി, കൃത്യമായി കേട്ടോളൂ, ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഗതി ദീനിനെതിരായി ഉണ്ട് എന്നാരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ മുമ്പിൽ അത് വെക്കാം. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഉസ്താദിന്റെ കയ്യിലുണ്ട് എന്ന് കേട്ടുകേൾവിയല്ല, രേഖാമൂലം നിങ്ങൾ സമർപ്പിച്ചാൽ ഞാൻ അതിൽ നിന്ന് വിട്ടു എന്ന് ഞങ്ങൾ ഇവിടുന്ന് പ്രഖ്യാപിക്കും. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അത് ഞങ്ങളെ വെല്ലുവിളിയാണ്. അത് അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇന്നും ഞങ്ങൾ പറയുന്നു. സഹോദരങ്ങളെ, ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ വിശദമായി ഇത് ആദ്യം തന്നെ പറയാൻ കേട്ടതെന്താ അറിയോ, ലാസ്റ്റ് വരെ സമയമുണ്ട്. എന്തായാലും ഒരു 1-2 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുമല്ലോ. അപ്പൊ ആർക്ക് വേണമെങ്കിലും ആരെയും കൊണ്ടുവരാം, ആരെയും കൊണ്ടുവന്ന് ഉസ്താദേ ഏത് ത്വരീഖത്തിനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ത്വരീഖത്തല്ല ഒരാളെ കുറിച്ച് പറയുമ്പോ ഇന്ന പ്രശ്നം അയാൾക്കുണ്ട് എന്ന് രേഖാമൂലം സമർപ്പിച്ചാൽ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പറയൂലേ, അത് നിങ്ങൾ പറയണോ? പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് ടെലസ്കോപ്പ് വെച്ച് പരിശോധിച്ചാലും ദീനിനെതിരായ ഒരു അണിമണി തൂക്കം കണ്ടുപിടിക്കാൻ മാത്രം ഒരാളും വളർന്നിട്ടില്ല. കാരണം നമ്മളെക്കാളിലേറെ എത്രയോ സൂക്ഷ്മമായി ജീവിക്കുന്ന ജീവിതം. എന്നിട്ട് ഉസ്താദ് ഞാനൊരു വലിയാണെന്നോ ഞാനൊരു ശൈഖാണെന്നോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാലും മതി. പറഞ്ഞിട്ടില്ല. അനുഭവമുള്ളവർ അനുഭവം പറയും. പൻവർ ഉസ്താദ് അനുഭവം പറഞ്ഞു, അത് അവരനുഭവിച്ചതാ. അതേ സമയത്ത് ഉസ്താദ് അവറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അനുഭവിച്ചവർക്ക് അനുഭവം പറയുന്നതിന് എന്താ? അത് AP ഉസ്താദിൽ നിന്ന് അനുഭവിച്ചവരുണ്ട്, ശംസുൽ ഉലമയിൽ നിന്ന് അനുഭവിച്ചവരുണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് ആദ്യമായി എല്ലാവരും ഒന്നും എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കുക. ഈ ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാവട്ടെ. ഇത് ഈ ഒറ്റ വിഷയമുള്ളൂ. നിങ്ങൾ അത് ഇതൊന്നും പറയണ്ട. പരിശുദ്ധ ദീനിനെതിരായ എന്തെങ്കിലും ഒരു സംഗതി ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ആളുകളൊക്കെ നിങ്ങള് എല്ലാ തിങ്കളാഴ്ച ഒന്ന് നോമ്പെടുക്കാൻ പറഞ്ഞ ഞങ്ങൾ ആർക്കെങ്കിലും കഴിയോ? ഉസ്താദ് അവറുകളുടെ ജീവിതം പഠിക്ക്. കറാമത്ത് മാത്രം കേട്ടു പോകല്ല, അല്ലെങ്കിൽ ആരെങ്കിലും അനുഭവം പറയുമ്പോൾ അത് മാത്രം കേൾക്കല്ല. കൊല്ലത്തിൽ പരിശുദ്ധ പെരുന്നാൾ ദിവസങ്ങൾ മാറ്റിവച്ചാൽ ബാക്കി എല്ലാ ദിവസവും ഉസ്താദ് നോമ്പിലാണ്. ഈ നാട്ടുകാർക്ക് അറിയുന്നതല്ലേ അത്. നിങ്ങൾ രാത്രി ഏത് പാതിരാവിൽ വന്നു നോക്ക്, ഉസ്താദ് അവറുകൾ ഉറങ്ങാതെ വിവാദത്തിലാണ്. ഈ പറയുന്ന ആളുകൾ കൂർക്കം വലിക്കുന്നുണ്ടാവും അവിടെ. അപ്പൊ ഉസ്താദ് അവറുകൾ ഇത്ര സൂക്ഷ്മമായി ജീവിക്കുമ്പോ വെറുതെ ഒരു മനുഷ്യനെ കുതിര കയറിയിട്ട് ലാസ്റ്റ് ഒരു വെടി. എന്ത് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പറയാ, ഇങ്ങോട്ടൊന്നും
പറയാൻ പാടില്ല. കഴുകന് ഏത് ഇറച്ചിയും പറ്റും, കഴുകന്റെ ഇറച്ചി ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രയോഗമുണ്ടല്ലോ, ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ ഇറങ്ങിയാൽ നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്കത് നന്നായി അറിയാം. ഓരോരുത്തരുടെയും ഓരോന്നും ഞങ്ങളെ കയ്യിലുണ്ട്. വേണ്ട, ഞങ്ങളെ റൂട്ടിലൂടെ പോയിക്കോളാം. ഞങ്ങൾ മുജാഹിദ് ജമാഅത്തൊക്കെ പറഞ്ഞ ആ റൂട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളെ പിടിച്ചു വലിച്ച് ഈ രംഗത്തേക്ക് കൊണ്ടുവന്നവർ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഇതിന്റെ ആമുഖമായി ഞാൻ കള്ളശരീയത്തിന്റെ ഉദാഹരണം നെക്സ്റ്റ് എടുക്ക്. അത് വലിയ ഉസ്താദ് നേരത്തെ പറഞ്ഞ വലിയ ഉസ്താദ് തന്നെ ആയിക്കോട്ടെ. മൂപ്പരോട് ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തുമോ? ഞങ്ങളെ നിയമം അവിടെയും ഞങ്ങൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമെന്നല്ല, മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിനെ കത്തിക്കാൻ പവറുള്ള ഒരു തീ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇല്ല, എവിടെയില്ല, ഹയാത്ത് കാലത്തുമില്ല, ഹയാത്തിന് ശേഷമില്ല. ഇത് സുന്നത്ത് ജമാഅത്താണ്. ഒരാൾ പറയാ ഇട്ടാൽ കത്തും, വീണാൽ കത്തൂല. എന്താപ്പത്? ഇട്ടാലും കത്തൂല, വീണാലും കത്തൂല. നീ ഏത് ഇബാറത്താണോ അതിന് വായിച്ചത്, അതേ ഇബാറത്താ ഞങ്ങൾക്ക് തെളിവ്. പക്ഷേ തെളിവ് പോരാ, അർത്ഥം പഠിക്കുന്നത് പോലെ പഠിക്കണം. അപ്പോ ഒരു ചങ്ങാതി അദ്ദേഹം ചോദിക്കുന്നതും ഇവിടെ പ്രസംഗിച്ച എന്റെ നാട്ടുകാരനായ അതിന്റെ പരിസരത്തുള്ള മറുപടികളൊന്ന് കേട്ടോളൂ. ആണ് അല്ലാന്ന് ഉറപ്പിക്കാൻ കാരണം പിന്നെ എ പി ഉസ്താദ് അടക്കം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്ക് കത്തൂലാന്ന് എ പി ഉസ്താദ് അടക്കം പറഞ്ഞു. എ പി ഉസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലേ, തിരുകേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്നല്ലേ. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. എന്നാ ഏറ്റവും ഉസ്താദ് പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ യോജിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്താണ്. പിന്നെ അത് വഫാത്തിന് ശേഷം ബാധകമാവില്ല. വഫാത്തിന് ശേഷം നിലനിൽക്കില്ല. റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഖിയാമത്ത് വരെ നിൽക്കണം, മജ്ലിസിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ. അപ്പോ സഹോദരങ്ങളെ അവിടെ പിടിക്കുക. ഏത് ഇപ്പൊ പറഞ്ഞു കേട്ടോ, ചോദിച്ച ആളെ കുറിച്ചോ കത്തിച്ച സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കണ്ട. അത് തുറന്നാൽ ഇതിലേറെ അപകടമാണ്. അത് അങ്ങോട്ട് പോകുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ. സഹോദരങ്ങളെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അതേ ഹുക്കുമ് തന്നെയാണ് അവിടുത്തെ വഫാത്തിന്റെ ശേഷവും. അപ്പോ ഷഹർ മുബാറക്ക് കത്തുമോ എന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി? അത് കത്തിയേക്കാം, കത്തൂല എന്ന് പറഞ്ഞത് ഹയാത്ത് കാലത്താണ്. എന്നിട്ടൊരു മറുപടി, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ നിന്ന് ബാക്കി നിൽക്കുന്നത് ഖുർആൻ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ മുജാഹിദുകളും മറ്റാളുകളൊക്കെ ആഘോഷിച്ചു, ഇസ്തിഗാസ മുറിഞ്ഞു, മുഅ്ജിസത്ത് ഖുർആൻ അല്ലാത്തതൊക്കെ നശിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇസ്തിഗാസ? ഞങ്ങൾ അവിടെ മാന്യത പാലിച്ചു. എന്താ പാലിച്ചറിയോ? ഈ ഒരു ക്ലിപ്പ് കേട്ടപ്പോ ഞങ്ങളത് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ വിശദീകരണം അറിയണം. കാരണം ഞങ്ങൾ ഹഖായതേ പറയാൻ പറ്റൂന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തിയെ ഞങ്ങൾ നേരിട്ട് വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, ഖുർആനല്ലാത്ത മുഅ്ജിസത്ത് മുറിയുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടേതായ ഒരു സംസാരം കേട്ടു, എന്താണ് ഉസ്താദേ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോ അങ്ങനെ നമ്മൾ പറയോ മുഅ്ജിസത്ത് മുറിയുന്നെങ്ങനെ നമ്മൾ പറയോ? ശരി, നമ്മൾ ഒന്നുകൂടി ചോദിച്ചു. അതല്ല ഉസ്താദേ ചോദിച്ചത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കത്തൂല, നെയ്യലില്ല. ഈ പറഞ്ഞ ദാത്തിയായ പ്രത്യേകത അത് ഇന്നുണ്ടോ? മർമ്മത്തിലാ ഞങ്ങളെ ചോദ്യം. ഉസ്താദിന്റെ മറുപടി, അത് ഇന്നുണ്ടാകണമെന്നില്ല, കത്താം, നേരുണ്ടാകാം. അതാ ഞങ്ങൾ പറഞ്ഞത്. ചേലേമ്പ്ര സംവാദത്തിൽ ഹനീഫ് മൗലവി ചോദിച്ചു എന്നോടിത്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്തിഗാസയെ ബാധിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല. ദാത്തിയായ ഖുസൂസിയത്ത്, അതിനെക്കുറിച്ചാണ് ചർച്ച, അതിവിടെ പറയേണ്ടതില്ല. അതേ സമയത്ത് മുത്തുനബിയുടെ പ്രത്യേകതകൾ മുറിഞ്ഞു എന്നൊരു വാചകം വന്നു. അത് കള്ള ശരീഅത്താണ്. അങ്ങനെ മുറിയൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അല്ലാഹു തആല ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടോ അത് എടുത്തു കളയുന്ന ഒരു കഴിവ് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുക്കൂല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. കള്ളശരീഅത്തിന്റെ ഉദാഹരണമല്ലേ വേണ്ടത്? പഠിച്ചോളൂ. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തെ പ്രത്യേകതകൾ ഇന്ന് നിലനിൽക്കണമെന്നില്ല. കള്ളശരീഅത്തിന്റെ ഉദാഹരണമാണ്. ഇടയ്ക്കിടെ നേലുണ്ടാകുമെന്ന വാദം കള്ളശരീഅത്തിന്റെ. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കട്ടോ, ഞാൻ തെളിവ് സഹിതം. ഞങ്ങൾ നേരെ ചോദിച്ചു പഠിച്ചിട്ടല്ലാതെ ഒരു സംഗതിയും ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനി കേൾക്കണോ നിങ്ങൾക്ക് സഹോദരങ്ങളെ? സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റ് അത് 99 പോയാൽ കാഫിറായി പോവും. ശരിക്ക് പഠിച്ചോളൂ. ദിക്റിനെതിരെ ഇവിടെ നിങ്ങൾ കുരുവട്ടൂരിൽ ഉസ്താദ് അവറുകളെ മജ്‌ലിസിൽ വന്നതോ അവിടെ ആളുകൾ ദിക്റ് ചൊല്ലുന്നു. പക്ഷേ ഇന്ന് വരെ ഒരാൾക്കും ഒരു ദിക്റ് ഉസ്താദ് ഇജാസത്ത് കൊടുത്ത് ചൊല്ലിച്ചതായി തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. എന്താ മനസ്സിലാക്കിയത്? എന്താ ഇന്നിന്റെ ഒരുപാട് ആളുകൾ വിളിച്ചു, ഉസ്താദേ നിങ്ങൾ എന്താ പറയാം? ഞാൻ പറഞ്ഞു നിങ്ങൾ വാ, എന്നിട്ടല്ലേ എല്ലാം കൂടി പറയാൻ പറ്റൂ. അതുകൊണ്ട് കള്ളശരീഅത്തിന്റെ വേറൊരു ഉദാഹരണം ബാലുശ്ശേരി പറയും കേട്ടോ. ഒരാൾ ലോറ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലൂ ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. 33 ദിക്റ് 99 ഇസ്ലാമെന്ന് തന്നെ പുറത്താണ്. 100 ദുന്യാവ് തന്നെ പുറത്താവൂല. ഇക്കോലത്തിലായാൽ ദിക്റല്ലിട്ട് ഇന്ന് പുറത്താവുക. ഇതാ ഞാൻ പറഞ്ഞത്. ഈ രൂപത്തിലുള്ള മുഴുവൻ വാക്കുകളും കൊണ്ടുവന്നു. ഇനി വേറൊന്ന് കേട്ടോ. കള്ളശരീഅത്തിന്റെ ഉദാഹരണമല്ലേ ഇവിടെ പ്രസംഗിച്ച, അപ്പം നേരത്തെ പ്രസംഗിച്ച ആളെ ശിഷ്യൻ, ഇത് ഉസ്താദില്ലാത്തതുകൊണ്ട് മറുപടി പറയില്ല എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ശിഷ്യൻ, അയാള് നെയ്യലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. കള്ളശരീഅത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ അരിവ് കൂടി എങ്ങനെ പോവായിരിക്കും. അപ്പൊ ഞങ്ങളെ പിടിച്ചു വലിച്ച് ഇങ്ങ് കൊളുത്തേക്കിട്ടാൽ പിന്നെ ഞങ്ങൾ സർവ്വ മീനെയും പിടിച്ചേ പോകും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോ പിന്നെ ചക്ക മുറിക്കുമ്പോ എന്തായാലും 2-3 കുരു കയ്യിൽപ്പെടും. നിങ്ങൾ വേണ്ടതായിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ സഹോദരങ്ങളെ, ശിഷ്യനോട് ചോദിച്ചു, അല്ല റസൂലുള്ളാഹിക്ക് നേലുണ്ടോ? എന്തേ നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല? ഞങ്ങൾ ധൈര്യത്തോടെ പറയട്ടെ, മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ജീവിതകാലത്തോ വഫാത്തിന് ശേഷമോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സമയത്തും ഒരു സന്ദർഭത്തിലും ഒരു സ്ഥലത്തും മുത്തുനബിക്ക് നിയലുണ്ടായിട്ടേ ഇല്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. ഇന്ന് ഞങ്ങൾക്കിത് പറയാൻ പറ്റും. നിങ്ങളൊന്ന് സ്നേഹസംവാദത്തിൽ ഇങ്ങനൊന്ന് പറ. ഇവിടെ തന്നെ പറഞ്ഞപ്പോ അതിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹം നടത്തി. അത് ഞങ്ങൾ പിടികൂടുകയാണ്. അയാളെന്നെ പറയട്ടെ. പഠിക്കാനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു മുസ്നദിലുള്ള ഹദീസ് നിങ്ങളാണ് ഇപ്പോൾ ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ ഒരു നേരെ കാണാറുണ്ട്, ചിലപ്പോ കാണും ചിലപ്പോ കാണൂല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളാ ഉദ്ധരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. എന്നാ പിന്നെ ഹദീസ് ശരിക്കും വായിക്കണ്ടേ? അപ്പൊ നമുക്കത് അറിയാനുണ്ടോ ഇല്ലേ? എന്താണ് അതിന്റെ ഉദ്ദേശം? അത് നിങ്ങൾക്ക് വായിക്കാനും കഴിയുന്നില്ല. പിന്നെ ഒരാൾക്കിടെ പറയുന്നു നിങ്ങൾ ഈ മുബഹമാക്കി പറയേണ്ട ഒരു കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളായാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ തീർത്തും പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ നിഴല് ഭൂമിയിൽ പതിക്കുകയില്ല. ഈ ഭൂമി അശുദ്ധമാകുന്ന പലപ്പോഴും ആ അശുദ്ധന്മാരും നജസുകളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ നിഴല് പതിക്കുക എന്നത് രണ്ടാം പറഞ്ഞു. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ഇല്ല എന്ന് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹദീസുകൾ പോരാ, അവ്യക്തതയുണ്ട് അവിടെ. അതെന്താ? ഭൂമിയിൽ മ്ലേച്ഛമായ വസ്തുക്കൾ ഉണ്ടാകും, നജസുണ്ടാകും. അതുള്ള സ്ഥലത്ത് പതിച്ചിട്ടില്ല. അതാണ് അതിന്റെ കാരണം. അത് തിരുത്തിയിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലില്ല എന്ന് പറയാനുള്ള കാരണം പഠിച്ചോ? ലിഅന്നഹു നൂറുൻ, മുത്തുനബി നൂറാണ് എന്നതാണ്. അതിലെന്ത് മ്ലേച്ഛമായ സ്ഥലം?
അതിലെന്ത് വൃത്തികെട്ട സ്ഥലം? പോയത്തം പറയുന്നില്ലേ ഒരു അതിര്? തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി തിരുത്തിക്ക്, അതാ ശരി. അതിനെ ന്യായീകരിക്കാൻ മൂപ്പരൊരു ഇട വെച്ചു കൊടുത്തതാ. പക്ഷേ പിടിക്കാൻ വിചാരിച്ചാൽ അതൊക്കെ പിടിക്കുമെന്ന് ഓർക്കണം. അപ്പൊ കള്ള ശരീഅത്തിന്റെ മൂന്നാമത്തെ ഉദാഹരണം മുത്തുനബിക്ക് ഇടയ്ക്കിടെ മേലുണ്ടാകുമെന്ന വാദം ഇവിടെ കൊണ്ടുവന്നു. ഇനി പിടിച്ചു അടുത്തത് കള്ള ശരീഅത്ത്. അതല്ല അപ്പോ പരിഹസിക്കുകയാണ്, പരിഹാസം. നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോടാ. അപ്പൊ അവിടെ മുരീദ്, ശൈഖ്, ത്വരീഖത്ത് ഇത് കണ്ടൂടാ അവർക്ക്. എന്താ ഈ സാധനം? ആരാ മുരീദ്? ആരാ മുരീദ്? മുരീദ് സ്വർഗത്തിൽ നരകത്തിലില്ല എന്ന് പറഞ്ഞു. അതിനെന്താടാ അത്ഭുതം? മുരീദ് എന്ന് പറഞ്ഞാൽ ആരാ? എല്ലാ ഫർളുകളും ജീവിതത്തിൽ പകർത്തി ഒരു ഹറാമും വരാതെ ശൈഖിന്റെ പ്രത്യേക നിരീക്ഷണത്തിലും തർബിയത്തിലുമായി ജീവിക്കുന്നത് അത് സ്വർഗത്തിലാണ്. അള്ളാഹ് തന്നെ പറഞ്ഞല്ലേ, അതാ മലക്ക് കൊടുത്ത ഓഫർ കണ്ടോ. പിന്നെ മലക്ക് ശൈഖ് ജീലാനിയോട് സംസാരിച്ചൊക്കെ വലിയ വിഷയം. മലക്ക് നമ്മളോട് തന്നെ സംസാരിക്കും, നന്നായി ജീവിച്ചാൽ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. സഹോദരങ്ങളെ, മരണത്തിന്റെ സമയത്ത് എല്ലാവരുടെ അടുത്ത് വരും, മുഅ്മിനീങ്ങളുടെ അടുത്ത്. എന്നിട്ട് നമുക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിക്കും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറഞ്ഞ ത്വരീഖത്ത്, ശൈഖ്, മുരീദ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശമായ ലഫ്ദ് ആണ്, ആരും മനസ്സിലാക്കണ്ട. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് തന്റെ ശിഷ്യന്മാരായ സ്വഹാബികളെ എങ്ങനെയാണ് ഇബാദത്തിന് പാകപ്പെടുത്തിയെടുത്തത്, അതേ റൂട്ട് സ്വീകരിച്ച് പണ്ഡിതന്മാർ കണ്ടെത്തിയ വഴി, അതാണ് ത്വരീഖത്ത്. ഇതുപോലെ ഇൽമു പഠിപ്പിക്കാൻ നമ്മളെല്ലാരും കൂടി ഒരു സിലബസ് ഉണ്ടാക്കി. എല്ലാവരും സിലബസ് ഉണ്ടാക്കി. ആ സിലബസിൽ എത്ര പാഠം ഈ കൊല്ലം? 2ാം ക്ലാസ്സിൽ ഇന്ന പാഠം, 3ാം ക്ലാസ് എത്തുമ്പോൾ ഇന്ന പാഠങ്ങളൊക്കെ. ആ പാഠം ഇനി പഠിച്ചോ എന്നറിയാൻ ഒരു പരീക്ഷ. ഇതൊക്കെ ഇപ്പൊ ഖുർആൻ ഹദീസ് നേരെ ഇങ്ങനെ വന്നേലല്ലോ. അത് അതിന് എടുത്തിട്ട് ഓരോ കാലത്ത് ഇങ്ങനെ കുട്ടികളെ പരിശീലിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. ഇതാണ് ഒരു ശൈഖും ചെയ്യുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ മഹാന്മാരായ ശൈഖുമാരെയും മുഴുവനും ഈ വഹാബികൾ കളിയാക്കി പരിഹസിച്ചു. നമ്മൾ അതിനെ ശക്തമായി എതിർത്തു. ശൈഖും ത്വരീഖത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, ആ 4ാമത്തെ കടുക്ക് ശരിക്ക് മനസ്സിലാക്കിക്കോളൂ. ഇതിലെ വേറൊരു വലിയ സംഗതി, കറാമത്ത് നിഷേധമാണ് വഹാബികളുടെ അടിസ്ഥാനം. അതാണ് ത്വരീഖത്തിന്റെ ഉലമാക്കളെയും ശൈഖന്മാരെയും അവർ നിഷേധിക്കാനുള്ള വേറൊരു കാരണം. അഥവാ ഒരു കറാമത്തും അംഗീകരിക്കൂല. കറാമത്ത് നിഷേധം 3 രൂപത്തിലുണ്ട്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തൊബഖാത്തിൽ പറയുന്നത് കാണും. ചില ആളുകൾ അവർക്ക് കറാമത്ത് തീരെ കണ്ടൂടാ, അതാ വഹാബികൾ. വേറെ ചില ആളുകളുണ്ട് അവർക്ക് മുൻകാലത്തുള്ളവരെ കറാമത്തൊക്കെ. ഇപ്പൊ മുഹിയുദ്ദീൻ ശൈഖിന്റെ കറാമത്തൊക്കെ റെഡി. അതേ സമയത്ത് കുത്തുബുല്ലാലും സിയം വരിയുള്ള സംഭവിക്കൂല. അത് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരെ. പിന്നെ മൂപ്പർക്കായിട്ടൊരു കറാമത്ത് അങ്ങനെ ഉണ്ട് കറാമത്ത് നിഷേധം. വേറെ ഒരാളുണ്ട് ഈ കാലത്തുള്ളവരും അംഗീകരിക്കും, പക്ഷെ ഒരു നിശ്ചിത വ്യക്തിന്റെ കറാമത്ത് പറഞ്ഞാൽ അത് അംഗീകരിക്കൂല. ഇതൊക്കെ കറാമത്ത് നിഷേധ. ഔലിയാക്കളിൽ ഒരാളെ തൊട്ടാൽ പിന്നെങ്ങൾ എത്ര ആളെ സ്നേഹിച്ചിട്ടും കാര്യമില്ല, ഒരു ഫലവും അതുകൊണ്ട് കിട്ടൂല. ഷഅറാനി ഇമാം തൊബഖാത്തിൽ അത് കൃത്യമായി പറഞ്ഞു. സഹോദരങ്ങളെ, അപ്പൊ കറാമത്തുകളുടെ നിഷേധമാണ് യഥാർത്ഥത്തിൽ ഈ ശൈഖ്, ത്വരീഖത്ത് എന്ന് തുടങ്ങിയ മുഴുവൻ വചനങ്ങളെയും കളിയാക്കാനുള്ള കാരണം. കണ്ടോളൂ നിങ്ങൾ, വന്യരായ AP ഉസ്താദിന്റെ പ്രസംഗം ക്ലിപ്പിട്ടുകൊണ്ട് ബാലുശ്ശേരി പ്രസംഗിക്കുകയാണ്. അതാണല്ലോ നെയ്മി പറഞ്ഞ കാന്തപുരം പറയാണ്, യഥാർത്ഥത്തിലുള്ള ഔലിയാക്കളുണ്ടല്ലോ അവർക്ക് 2-3 ശരീരമൊക്കെ ഉണ്ടാവും, അതിനൊരു കുഴപ്പമില്ല എന്നാ അവര് പറയുന്നൊന്ന് കേട്ടോളി. ബുദല എന്ന് പറയുന്ന ഔലിയാക്കൾ അവരെ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും. ഇതങ്ങോട്ട് കേട്ടാലിപ്പോ നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാരിൽ ചിരിക്കുകയും കളിയാക്കുകയും അതുവഴി അവർ മുർത്തത്തായി പോവാൻ കാരണമാവുകയും ചെയ്യും. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബുദല എന്ന് പറയുന്ന ആ ഡിഗ്രിക്കാർ ഒരേ സമയത്ത് അവരുടെ സാന്നിധ്യം ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടാകും.
അപ്പോ ആ ഡിഗ്രി മുഹമ്മദ് നബിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആ ബേക്കിന് തുടങ്ങാൻ ഇങ്ങോട്ട് ഏത് മുതലായി എന്നൊരു ഡിഗ്രി കിട്ടിയവർക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ് 1.25 ലക്ഷത്തോളം അമ്പിയ മുർസലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അപ്പോ ഇതിപ്പോ ഇങ്ങനെ നമ്മളെ ഈ ഭൗതിക ജീവിതം വെച്ച് അളക്കാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കാണ്, ഞാൻ ഒരേ സമയത്ത് 2 സ്ഥലത്ത്, അതെങ്ങനെ എന്റെ ലോകത്ത് എനിക്കത് അറിയൂല. കാരണം ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല. കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൊടുക്കുന്നതാ. കൊടുക്കുന്നവൻ അല്ലാഹയാണ്. അതാണ് മുഅ്ജിസത്തിന്റെ സംഭവത്തിൽ നമ്മൾ കണ്ടത്. സഹോദരങ്ങളെ, സെക്കൻഡുകൾ കൊണ്ട് ആകാശലോകവും സ്വർഗവും നരകവും മുഴുവനും പോയി വന്നു. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എന്നിട്ട് ഈ ചങ്ങാതി ചോദിച്ചത് കണ്ടില്ലേ, ഏതെങ്കിലും ഒരു നബി ഒരു സമയത്ത് 2 സ്ഥലത്തുണ്ടായിട്ടുണ്ടോ? ഇത് പഠിക്കാത്തത് കൊണ്ടല്ലേ. എത്ര അമ്പിയാക്കളെ നമുക്ക് കാണാം. മുത്തുനബിയുടെ സംഭവം പറഞ്ഞാൽ അതുണ്ടോ തീരുന്നു. അമ്പിയാക്കളിൽ പ്രമുഖനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് വ്യക്തമായി ഈ മുഴുവൻ ഇമാമികളും രേഖപ്പെടുത്തി. പക്ഷേ ഹോട്ടലിൽ ജോലി ചെയ്ത ബാലുശ്ശേരിക്ക് അത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബിന്റെ മോനാ. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, തെളിവ് പഠിച്ചോളൂ. യൂസുഫ് നബി മിസ്രിലാണ്. കിണറ്റിലിട്ട് കൊണ്ടുപോയതൊക്കെ എല്ലാവർക്കും അറിയാൻ പറയുന്നില്ല. അങ്ങനെ അസീസ് രാജാവ് തന്റെ വീട്ടിൽ കൊണ്ടുപോയി യൂസുഫ് നബിയെ പാർപ്പിച്ച സമയത്താണല്ലോ സുലൈഖ എന്ന് പറയുന്ന ആ അസീസ് രാജാവിന്റെ ഭാര്യ യൂസുഫ് നബിയെ പിടിക്കാൻ ഒരുങ്ങിയത്. ആ സമയത്ത് യൂസുഫ് നബിക്ക് അവിടെ തന്റെ ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞു. സുലൈഖയുടെ ചതിയിൽപ്പെട്ടില്ല. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലൗലാ അർആ ബുർഹാന റബ്ബിഹി, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു ബുർഹാൻ, ഒരു ലക്ഷ്യം, ഒരു തെളിവ് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എന്ന ഒരു പ്രയോഗം അവിടെ നടത്തുന്നുണ്ട്. എന്താണ് അല്ലാഹുവിൽ നിന്ന് വന്ന പ്രത്യേകമായ അടയാളം? അത് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇമാം ഹാക്കിം മുസ്തദറക്കിൽ ഉദ്ധരിച്ചു. എന്താ പറഞ്ഞത്? മഹാനായ യൂസുഫ് നബി മിസ്രിലാണ്, അപ്പോൾ യാക്കൂബ് നബി ഉള്ളത് ഷാമിലാണ്. പക്ഷേ സുലൈഖ വന്ന് പിടിക്കാൻ നോക്കുമ്പോ മുന്നിലതാ യാക്കൂബ് നബി നിൽക്കുന്നു. എന്നിട്ട് നെഞ്ഞത്തൊരു കൊട്ടുകൊടുത്തടാ, നീ അമ്പിയാക്കളിൽ പെടാനുള്ള മഹാനാണ് എന്ന് തർബിയത്ത് ചെയ്യുകയാണ്. ഇമാം സുയൂത്തി തങ്ങൾ ഹാബിയിൽ പറഞ്ഞു, ഷാമിൽ ജീവിച്ചിരിക്കുന്ന അതേ സമയത്ത് മിസ്റിൽ വന്ന് യാക്കൂബ് നബി ഇടപെട്ടു. മുഴുവൻ ഇമാമീങ്ങളും തഫ്സീറിൽ എഴുതി വെച്ചു. ഇമാം റാസി എഴുതി വെച്ചു, ഇമാം ഖുർത്തുബി എഴുതി വെച്ചു. പക്ഷേ ഈ വഹാബികൾ ഇതൊന്നും പഠിക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഇൽമീങ്ങൾ പറഞ്ഞ കറാമത്ത് നിഷേധിച്ച് 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 അവരോട് ചോദിക്കാൻ പാടില്ലെന്ന് പാസാക്കി. അതിന് അല്ലാഹ് നല്ല കൂലിയാണ് കൊടുത്ത്. എങ്ങനെ കൊടുത്തതെന്ന് നിങ്ങൾക്കറിയോ? എടുക്ക് 6-ാമത്തെ എങ്ങനെ കൊടുത്തത്? അള്ളാന്റെ ഔലിയാക്കളെ വിളിക്കരുത് എന്ന് പാസാക്കിയവർ ഒടുവിൽ ജിന്ന് കയറിക്കൂടി മുജാഹിദ് പ്രസ്ഥാനത്തിൽ. ജിന്നുകൾക്ക് കഴിവുണ്ടെന്ന് വാദിച്ചു, ജിന്നുകളെ വിളിക്കാമെന്ന് വാദിച്ചു. ഹാദിറും ഖാദിറും ഹയ്യുമായ ജിന്നിനെ വിളിച്ചാൽ തെറ്റില്ലെന്ന് പറഞ്ഞു. അല്ലേ? കണ്ടില്ല നിങ്ങൾ ഫൈസൽ മൗലവി? അയാൾ മുഖാമുഖം നടത്തുകയാണ്. മുഖാമുഖം നടത്തുമ്പോ ഒരു സാധു വന്ന് ചോദിക്കുകയാണ്, അല്ല ഹാദിറായ ജിന്ന് മലക്കിനെ വിളിക്കാന്നല്ലേ ഇപ്പൊ നമ്മൾ